നമസ്കാരം, എൻ്റെ പേര് ഹൈമി ട്രീസ. ഞാൻ ഒരു മാർഗംകളി അധ്യാപികയാണ്. ഞാനാണ് നമ്മുടെ ഈ മാർഗംകളി പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സാധാരണ മത്സരങ്ങൾക്ക് വരുന്ന മാർഗംകളിയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഇതിലൊരു 80 വയസ്സ് വരെയോളമുള്ള അമ്മമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കളിക്കാവുന്ന രീതിയിൽ നമ്മുടെ പ്രായത്തിൻ്റെ ഇതനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 100% ശരിയായൊരു മാർഗംകളിയല്ല. എന്നിരുന്നാലും മുക്കാഭാഗത്തോളം നമ്മളിത് മാർഗംകളിയുടെ സ്റ്റെപ്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മാർഗംകളിയിൽ മുഴുമണ്ഡലം ഇരിക്കുന്നത് അപ്പാടെ നമ്മൾ ഒഴിവാക്കി ഒരു അരമണ്ഡലത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരമണ്ഡലമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സൗകര്യത്തിന് ഇപ്പോൾ വലത്തോട്ട് പോയി ഇടത്തോട്ട് പോയി എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഇപ്പോൾ വലത്തോട്ട് ചെയ്യുന്നത് അന്ന് ഒരു 4 പ്രാവശ്യം വലത്തോട്ട് 4 പ്രാവശ്യം ഇടത്തോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ യൂണിവേഴ്സൽ റെക്കോർഡിലേക്ക് നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ മാർഗംകളി നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കാം. എല്ലാ അമ്മമാർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ആദ്യം നമ്മൾ വന്ദനാപാദമാണ് കളിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരും കയ്യെ സ്തുതി പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പോണതിനനുസരിച്ച് നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഓട്ട വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് വരാതെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. എന്നാൽ നമ്മുടെ മേത്ത് മുട്ടരുത്, നെഞ്ചത്ത് കൈ മുട്ടരുത്. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഇങ്ങനെ നിന്ന് പാട്ട് ആദ്യം തുടങ്ങുന്നു. കൈയിൻ്റെ ഈ തുമ്പത്തേക്ക് നോക്കിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഭക്തിപൂർവ്വം പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും ചിരിക്കാതെ കൈയിൻ്റെ തുമ്പിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. കാല് വി ഷേപ്പിലാണ് നിൽക്കേണ്ടത്. എന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കൈ പതുക്കെ ഒന്ന് താന്ന് കൈ രണ്ടും വിടർത്തുന്നു. കൈ വിടർത്തി ഇങ്ങനെ പതാകയായിട്ട് പിടിക്കുന്നു. ഇത്ര അധികം താഴണ്ട നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരിക. മായിലെത്തുമ്പോൾ, മായിൽ പറയുമ്പോഴാണ് നമ്മൾ താഴെ എത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. മേൽമൂന്യം പറയുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ നേരത്തെ നിന്ന അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. നെഞ്ചത്ത് കൈ മുട്ടരുത്, അന്ന് വല്ലാതെ പുറത്തേക്കും പോകരുത്. ആ ഒരു ഗ്യാപ്പില്ലാത്ത ഈ പൊസിഷനിൽ നിൽക്കുക. മേനിയും എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് ഒന്ന് നോക്കുക, തിരിച്ചു വരിക. മേനിയും യുമ്മിന് തിരിച്ചെത്തണം. അത് കഴിഞ്ഞ് ഒരു തെയ് പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും അരമണ്ഡലം കുറച്ച് താന്നിട്ട് പൊന്തുക. തെയ്തേക്ക് താഴുക, പൊന്തുക. അപ്പം തന്നെയാണ് തഴലും പൊന്തലും വേഗാവണം. തെയ് പിടിത്ത ദണ്ടും തൊട്ട് നമ്മൾ 2 പ്രാവശ്യം ബാക്കിലേക്ക് പോവാണ്. വലത് കാല് ബാക്കിലേക്ക് ചവിട്ടുന്നു. കയ്യിനൊന്നും വ്യത്യാസമില്ല. ബാക്കിലേക്ക് ചവിട്ടി ഒന്നുകൂടി അരമണ്ഡലം താന്നു. ഇടത് കാല് ബാക്കിലേക്ക് വെച്ചു, ഒന്നുകൂടി താന്നു. വീണ്ടും വലത് കാല് ബാക്കിലേക്ക് വെച്ചു. പിന്നെ താഴില്ല. പിന്നെ വീണ്ടും വി ഷേപ്പിലേക്ക് കാല് വെച്ചു. 2 പ്രാവശ്യം നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം താഴുന്നു, 1 പ്രാവശ്യം താഴണ്ട. ഇത്രയും വെട്ടി കഴിഞ്ഞാൽ വാഴുക വാഴുക എന്നൊരു പാട്ട് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ കയ്യ് നമ്മുടെ കണ്ണിൻ്റെ അവിടെ വരെ പൊക്കിയിട്ട് തലയുടെ ഭാഗത്ത്, തലയുടെ മുകളിലേക്ക് പോകരുത്, നമ്മുടെ തലയുടെ ലെവൽ പോയി കൈ ഫുള്ള് വിടർത്താം. മുട്ട് വളയാതെ ഫുൾ വിടർത്താം. കുറച്ചല്ല, ഫുള്ള് വിടർത്തി ഇങ്ങനെ വന്ന് അരമണ്ഡലം താഴാം. ഇതെല്ലാം നമ്മൾ ശരിക്കും മുഴുമണ്ഡലം ഇരിക്കേണ്ടതാണ്. പകരം അരമണ്ഡലം നമ്മൾ താഴുന്നു. അരമണ്ഡലം താഴ്ന്ന് ഇവിടെ എത്തുമ്പോൾ ഭൂമിമേൽ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൊക്കിയെടുക്കാം. ഭൂമിമേൽ പൊങ്ങി എന്നിട്ട് സ്ലോവിൽ തന്നെ പൊന്തി വരിക. വീണ്ടും ഇങ്ങനെ നേരെ നിൽക്കുക. ബന്ധപരോ നാമല്ലാമന് കാല്, വലത് കാലും വലത് കൈയും. ഇടത് കൈ ഇങ്ങനെ തന്നെ ഇരിക്കണം. വലത് കാല് വലത് കൈ ഒന്ന് തൊട്ട് വീണ്ടും സ്തുതി പിടിച്ചാൽ നിൽക്കാം. അപ്പോൾ നമ്മൾ അഴിവുകാലം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ കൈ സ്തുതി തന്നെ പിടിച്ച് നിൽക്കുന്നു. വലത്തെ സൈഡിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് പോകും. അത് കഴിഞ്ഞ് വീണ്ടും നടുക്കിലോട്ട് വരും. ഇടത്തോട്ട് തിരിയും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മുന്നിൽ, ബോഡി മുട്ടാണ്ട് കൈ പിടിച്ച് നിൽക്കണം. ബോഡി ഈ കൈ എവിടെയാണോ ആ ബോഡിയോട് കൂടി കൈ അങ്ങനെ തന്നെ പിടിച്ചിട്ടാണ് നമ്മൾ തിരിയുന്നത്. കൈ മാത്രം ഇങ്ങനെ പോണില്ല. എവിടെയാണോ കൈ ഇരിക്കുന്നത് അവിടെ തന്നെ തിരിഞ്ഞ് നമ്മുടെ ബോഡിയോട് കൂടി തിരിഞ്ഞു. വലത്തോട്ട് തിരിഞ്ഞു വന്നു, സെൻറ്ററിലേക്കായി. ഇടത്തോട്ട് തിരിഞ്ഞു, വീണ്ടും സെൻറ്ററിലേക്കായി. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താന്ന് കൊടുക്കുക. പിന്നെ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. സെൻറ്ററിൽ എത്തുമ്പോൾ വീണ്ടും ഒന്ന് താന്ന് കൊടുക്കുക. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു, വീണ്ടും താന്ന് കൊടുക്കുക. ആദ്യം ചെയ്യുന്ന മാത്രമാണ് നമ്മൾ നടുക്കിൽ താഴാതെ പോകുന്നുള്ളൂ. ബാക്കി 3 പ്രാവശ്യം നമ്മൾ താഴുന്നുണ്ട്. ലാസ്റ്റ് താന്ന് കഴിയുമ്പോൾ 4ത്തെ പ്രാവശ്യം താന്ന് കഴിയുമ്പോൾ നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് നിന്ന് ചുരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ വട്ടത്തിലുള്ള ശരിക്കുള്ള കളി. ഇതുവരെ നമ്മൾ മുന്നിലേക്കും പോയി ബാക്കിലേക്കും, കുഞ്ഞ വട്ടത്തിൽ നിന്ന് വലിയ വട്ടത്തിലേക്ക് ആവാണ് ചെയ്തത്. ഇനി നമ്മൾ വട്ടത്തിൽ ശരിക്കും കളിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് ചെയ്യുമ്പോൾ ഇങ്ങനെ താന്ന് കൈ ഇങ്ങനെ
അതിനുശേഷം നമ്മൾ വട്ടത്തിലേക്ക് പോകുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. വലത് കൈൻ്റെ ഉള്ളിൽ ഇടത് കൈ, വലത് വെള്ളയിൽ ഇടത് വെള്ളം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി കൊടുക്കുക. കൈ വിട്ട് ഫുൾ വിടരുന്ന പോലെ അമർത്തി കൊടുക്കുക. തിരിച്ചു വരിക, ഇവിടെ വെച്ച് കൈ ചേഞ്ച് ചെയ്യുക. ഇടത് കൈൻ്റെ ഉള്ളിൽ വലത് കൈ, ഇടത് വശത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം വലത് കൈൻ്റെ ഉള്ളിൽ ഇടത് കൈയാണ്, തിരിച്ചു വന്ന് ഇടത് കൈൻ്റെ ഉള്ളിൽ വലത് കൈയാണ്. വലത് കൈ ആദ്യം ചെയ്യുന്ന സമയത്ത് വലത് കാലാണ് നമ്മൾ വയ്ക്കുക. പട്ടുടൻ എന്നാണ് ഇപ്പോൾ പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ 1 വന്നു, 2 വന്നു, 3 വന്നു. ഓരോ പ്രാവശ്യവും ഇവിടെ എത്തുമ്പോൾ നമ്മൾ കൈ മാറി മാറി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിക്കാം. 1 1 2 3 1 2 3 1 2 3 1. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഈ പാദത്തിൽ ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുന്ന സ്റ്റെപ്പ് 1 to 16, 1 to 16 വരെ സ്റ്റെപ്പുകളാണുള്ളത്. ആ സ്റ്റെപ്പ് തുടങ്ങാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇതിൽ മാർഗങ്ങളിൽ പൊതുവെ ഉള്ള മുദ്ര ഇതാണ്, മുദ്രാക്യം എന്ന് പറയും മുദ്ര. മറ്റേ ഇടത് കൈ ഷോൾഡർ ലെവലിൽ ഇതിങ്ങനെ പിടിച്ച് നിൽക്കണം. അറ്റം ഇങ്ങനെ താത്തോട്ട് ആക്കി വെച്ചിട്ട് നിൽക്കണം. ഈ കൈ നശത്ത് മുട്ടാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കാല് ഞാൻ ആദ്യം പറയാം. ആദ്യം കാല് 1 വലത് കാല് ചവിട്ടുക, 2 ഇടത് കാല് ചവിട്ടുക, 3ക്ക് നമ്മളിപ്പോൾ നമ്മൾ 2 കാലും ചവിട്ടിയപ്പോൾ വലത്തോട് തിരിഞ്ഞാൽ തന്നെ 3 മുന്നിൽ ചവിട്ടിയിട്ട് 4 പിന്നിൽ കുത്തുമ്പോൾ നമ്മൾ വീണ്ടും വിളക്കിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. 5 മുന്നിൽ തന്നെ കുത്തി. 6ന് ബാക്കിലിരുന്ന കാല് ഈ വലത് കാലിൻ്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്ത് 6 മുന്നിൽ ചവിട്ടുക, 7 പിന്നിൽ കുത്തുക, 8 വീണ്ടും മുന്നിൽ കുത്തുക. ഈ സെയിം തന്നെ നമ്മൾ ഇടതുവശത്തേക്ക് ചെയ്യണം. അപ്പോൾ ഈ മുന്നിലിരുന്ന ഇടതുകാല് ഇടതുവശത്തേക്ക് വെച്ച് വീശി വെച്ച് 1 2 വലതുകാല് മുന്നിൽ, 3 മുന്നിലേക്ക് കയറ്റി കുത്തി, 4 പിന്നിൽ കുത്തി, 5 അവിടെ തന്നെ കുത്തുക. ബാക്കിലിരുന്ന കാല് മുന്നിൽ കൂടെ ക്രോസ് ചെയ്ത് 6 7 8. അപ്പോൾ ഒന്നുകൂടിയും കാല് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കാലം തന്നെ വലത് കാലം തന്നെയാണ് വയ്ക്കുക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അങ്ങനെ 3 സെറ്റ് ആണ് നമ്മൾ ചെയ്യുക. വലത്തോട്ട് പോയി ഇടത്തോട്ട് വന്നു, വീണ്ടും വലത്തോട്ട് പോയി, വീണ്ടും ഇടത്തോട്ട്, വീണ്ടും വലത്തോട്ട്, വീണ്ടും ഇടത്തോട്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ 6 പ്രാവശ്യമാണ് മൊത്തമായിട്ട് വരിക. 6ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ്, അതായത് 6 7 8 ചവിട്ടുന്നതിന് പകരം വിളക്കിൻ്റെ അവിടേക്ക് മുന്നിലേക്ക് 6 മുന്നിലേക്ക് ചാടും, ഇടത് കാല് ബാക്കിൽ കുത്തും, വലത് കാല് ഒപ്പം ചവിട്ടും. 6 7 8 6 7 8 ചവിട്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വീശുമ്പോൾ നമ്മൾ മുട്ട് മടങ്ങാണ്ട് നിവർത്തി പിടിച്ചിട്ട് വീശ, എന്നിട്ട് മുഴുമണ്ഡലം വിരിക്കാം. അതായത് ലാസ്റ്റത്തെ 6 7 8 ചവിട്ടി വീശി അരമണ്ഡലം നിൽക്കാം. അതോടുകൂടി നമ്മുടെ ഈ വന്ദനാപാദം തീരും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ആദ്യം തൊട്ട് മേക്കണേ മുതൽ ഈ അവസാനിക്കുന്ന വരെ നമുക്ക് ഒറ്റ പാട്ടായിട്ട് കളിക്കുന്നത് കാണാം. Bye.